ഹലോ, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ചാൽ പാലക് ചോലെ. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഡിസ്ക്രിപ്ഷനിൽ. അത് കൂടാതെ ഇതിൻ്റെ കൂടെയും ചേർക്കുന്നുണ്ട് അപ്പോൾ ആയിട്ട്. സോ ലെറ്റ് us go to the kitchen. ആവി കൊള്ളിച്ച ഒരു മീഡിയം കെട്ട് പാലക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വെളുത്ത കടല അത് നമുക്ക് വേവിച്ച് അതും റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബേ ലീഫ് 3 എണ്ണം, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, സ്റ്റാർ അനൈസ് 1, കറുവപ്പട്ട 2 പീസ്, പെരിഞ്ജീരകം 1.5 ടേബിൾ സ്പൂൺ, ജീരകം 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അതുകൂടാതെ നമുക്ക് അടുത്തതായി 2 വലിയ ഉള്ളി, അതുപോലെ ഒരു തക്കാളി, ഇഞ്ചി 2 കഷ്ണം, ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറെ നമ്മൾ കംപ്ലീറ്റ് ചോപ്പ് ചെയ്ത് വെച്ചൊരു 2 ഉള്ളിയും തക്കാളിയും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് അപ്പോൾ എവിടെയെല്ലാം യൂസ് ചെയ്യുന്നത് ഞാൻ പറയുന്നതായിരിക്കും. ഇത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇനി ആദ്യം കാണിച്ച ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. തക്കാളിയും അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റവിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഒരു ഇച്ചിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് ഇളം ഫ്ലെയിമിൽ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടുതൽ ചൂടാക്കരുത്. ഒരു ബ്രൗൺ കളർ സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെണ്ണയും ചേർക്കാം. വെണ്ണ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം ആണെങ്കിൽ ടേസ്റ്റ് കുറച്ച് കൂടാനാണ്. വെണ്ണ ചേർക്കുന്ന ഏത് പദാർത്ഥവും കുറച്ച് നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് അതിൽ വെണ്ണയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ വരുന്ന വരയ്ക്കും ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം തക്കാളിയും അതിന് കൂടെ ഇടുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം അതിനെ. അതിനുശേഷം അതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം കരുതി വെച്ചിരുന്ന ഗരം മസാല കൂട്ടുകൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടുതൽ ഫ്ലെയിം കൂട്ടരുത്, കരിഞ്ഞു പോകും. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അത് ഈ മസാലക്കൂട്ടിനോട് നമുക്ക് ചേർക്കാം. ഗരം മസാലയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ വരുന്ന വരയ്ക്കും നമുക്കതിനെ ചെയ്തെടുക്കാം. അത് കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. സോ എല്ലാ മസാലയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമുക്ക് തക്കാളി മുറിച്ച് വെച്ചിരുന്ന തക്കാളിയും അതിനോട് ചേർത്ത് വഴറ്റാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊരു വലിയ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി അത് സൈഡിലോട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ അതേ പാനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആ പാനിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് സോൾട്ട്, ഉപ്പ് അതിലൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടി.
മല്ലിപ്പൊടി 1 ടീസ്പൂൺ അതിലിട്ടിട്ടുണ്ട്. സോ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. അടുത്ത പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, മുളക്, തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സോ അത് നന്നായിട്ട് വെന്ത് ഏകദേശം ഈ കളറിലാവും. നല്ല രസമായ കളർ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടെ പാലക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നു, അതും ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഏകദേശം 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വേവാൻ അതിനെ അനുവദിക്കുക. സോ നമ്മുടെ ഈ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് നമുക്ക് എന്താണ് ചെയ്യുന്നത് അത് നോക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന കടല, വെളുത്ത കടല ഈ പാനിലോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ മിക്സാക്കി മസാലയും കടലയും പാലക്കും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ നമുക്ക് ഇത് കുറച്ച് നേരം വേവാൻ അനുവദിക്കുക. അതിനുശേഷം കസ്തൂരി മേത്തി ഇതേപോലെ കുറച്ചെടുത്ത് കൈകൊണ്ട് ഞെരടി നമ്മുടെ പാലക് ചോല റെസിപ്പിയിലേക്ക് പാനിലോട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുകൂടാതെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അത് നമ്മുടെ ഡിഷിലോട്ട് ചേർക്കാം. അത് അഡീഷണൽ ആയിട്ടൊരു ഫ്ലേവറാണത്. ഇത് ചപ്പാത്തി, പൊറോട്ട, അതുപോലെ റൈസിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്വാദിഷ്ടമായൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻസ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. So see you then next video. Bye bye.